പ്രസിദ്ധമായ എരുമേലി പേട്ട തുള്ളലിനായി അമ്പലപ്പുഴ സംഘം ഇന്ന് പുറപ്പെടുമെന്നൊരു വാർത്ത അതായത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണ പിള്ളയുടെ നേതൃത്വത്തിലാണ് യാത്ര. 11-നാണ് പ്രസിദ്ധമായ പേട്ട തുള്ളൽ. ആ സംഘം പുറപ്പെടുന്നത് ഇന്നാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നുണ്ട്. നിഷ ദിലീപ് ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. നിഷ, പേട്ട തുള്ളലിനായി ആ സംഘം അവിടുന്ന് പുറപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നിഷ, പേട്ട തുള്ളൽ സംഘങ്ങൾ പുറപ്പെട്ടോ? അമ്പലപ്പുഴ സംഘം പുറപ്പെട്ടോ? കൃഷ്ണരാജ്, ശരണമന്ത്രങ്ങളാൽ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ അമ്പലപ്പുഴ സംഘം എരുമേലി പേട്ട തുള്ളലിനായി പുറപ്പെടുകയാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്നും യാത്ര തിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്പലപ്പുഴ സംഘം. സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണ പിള്ളയുടെ നേതൃത്വത്തിലാണ് സംഘം പുറപ്പെടുന്നത്. മുൻ സമൂഹ പെരിയോൻ ചന്ദ്രശേഖരൻ നായർ ഈ സംഘത്തെ യാത്രയാക്കും. ഇപ്പോൾ തിടമ്പ് പൂജിച്ച് സമൂഹ പെരിയോന് ക്ഷേത്രം മേൽശാന്തി കൈമാറിയിട്ടുണ്ട്. ഇനി ഈ രഥത്തിലേക്ക് പ്രത്യേകം അലങ്കരിച്ച രഥമാണ്. ഈ രഥത്തിലാണ് സംഘം യാത്ര തിരിക്കുന്നത്. 10 ദിവസത്തെ യാത്രയാണ്. ഈ സംഘത്തോടൊപ്പം ഈ മാളികപ്പുറങ്ങളടക്കം 35 മാളികപ്പുറങ്ങളടക്കം 250 സ്വാമിമാരായിരിക്കും സംഘത്തെ അനുഗമിക്കുക. ഇന്ന് ഇപ്പോൾ ഇവിടുന്ന് യാത്ര പുറപ്പെട്ടതിന് ശേഷം അമ്പലപ്പുഴ അമ്പലപ്പുഴ പ്രദേശത്തെ ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്തിയതിനു ശേഷം തകഴി ക്ഷേത്രത്തിൽ സംഘം വിരമിക്കും. ഇപ്പോൾ നമുക്കിപ്പം സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണ പിള്ള ചേരുകയാണ്. എങ്ങനെയാണ് ഈ ചടങ്ങുകളൊക്കെ? ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട് അമ്പലപ്പുഴ പ്രദേശത്തെ ക്ഷേത്രങ്ങൾ ചുറ്റി സഞ്ചരിച്ചായിരുന്നല്ലോ ആദ്യത്തെ ദിവസം. ആദ്യത്തെ 51 ദിവസത്തെ വ്രതാനുഷ്ഠാനം കഴിഞ്ഞെന്ന് ശബരിമല യാത്ര പുറപ്പെടുകയാണ് അമ്പലപ്പുഴ യോഗം പേട്ട സംഘം. ഇന്ന് ഇവിടെ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞാൽ അമ്പലപ്പുഴയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള അയ്യങ്കോയിക്കൽ, വായക്കുളങ്ങര, പള്ളിക്കാവ്, കാക്കാഴം, നീർക്കുന്നം തുടങ്ങിയ ക്ഷേത്രങ്ങളെ സന്ദർശിച്ച് തിരികെ ഇരട്ടക്കുളങ്ങര, മല്ലശ്ശേരിയിലാണ് ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം. മല്ലശ്ശേരി ക്ഷേത്രത്തിലാണ് ഉച്ചഭക്ഷണം. അവിടെ നിന്ന് തിരിച്ച് ഇവിടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിന് മുന്നിലെത്തി ഇവിടുന്ന് അഖിലഭാരത ദേവസ്വത്തിൻ്റെ കിഴക്കേമുറി ശാഖയിലെ അമ്പലം, അത് കഴിഞ്ഞ് കിഴക്കോട്ട് പോയിട്ട് അവിടെ തകഴിയിലാണ് ഇന്നത്തെ ക്യാമ്പ്. തകഴി ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി തകഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. അവിടെ വിശ്രമിക്കുമെന്ന്. നാളെ രാവിലെ തകഴിയിൽ നിന്നും ഈ രഥയാത്ര ആരംഭിച്ച് ചക്കുളത്തുകാവ്, തിരുവല്ലവ ക്ഷേത്രം, ആനപ്പറമ്പാൽ ക്ഷേത്രത്തിലാണ് ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം. അങ്ങനെ യാത്ര തിരിച്ച് കാവുംഭാഗം, തിരുവല്ലവ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് അവിടെ നിന്ന് ഞങ്ങൾ കവിയൂർ ക്ഷേത്രത്തിൽ ക്യാമ്പ് ചെയ്യും. കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇന്നത്തെ ക്യാമ്പ്. അടുത്ത ദിവസം അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടാൽ ആനിക്കാട്, മല്ലപ്പള്ളി, കീഴ്വായ്പൂര്, വായ്പൂര്, കോട്ടാങ്ങൽ തുടങ്ങിയ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് ഇന്ന് കോട്ടാങ്ങലാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണം. കോട്ടാങ്ങൽ ക്ഷേത്രത്തിലാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണം. അവിടെ തിരിച്ച് മണിമല ക്ഷേത്രത്തിൽ ഏതാണ്ട് ഒരു 7 മണിയോടുകൂടി മണിമല ക്ഷേത്രത്തിൽ എത്തിച്ചേരും.
അനിമൽ ക്ഷേത്രത്തിലെത്തി അവിടെയാണ് വിശ്രമം. അവിടുത്തെ പൗരാവലി താലപ്പൊലിയോടുകൂടി ഈ സംഘത്തെ സ്വീകരിക്കുകയും അവിടെ ഞങ്ങളുടെ വിശ്രമം അന്ന് രാത്രി അവിടെ തങ്ങിയിട്ട് അടുത്ത ദിവസം രാവിലെയാണ് ഞങ്ങളുടെ മണിമല ആഴി പൂജ. ഞങ്ങളുടെ ആചാരപരമായ ചടങ്ങുകൾ ആരംഭിക്കുന്നത് മണിമല ആഴി പൂജയോടുകൂടിയാണ്. അവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ഞങ്ങൾ തയ്യാറാക്കുന്ന ഈ ഔഷധക്കൂട്ടോട് അടങ്ങിയ പ്രസാദ വിതരണം നടക്കും. അതിനുശേഷം അടുത്ത ദിവസം എരുമേലിയിലേക്ക് പോകും. ഏതാണ്ട് ഉച്ചയോടുകൂടി എരുമേലി ക്ഷേത്രത്തിൽ എത്തി അവിടെ നിന്ന് വാവരുപള്ളിയിൽ പോയിട്ട് വാവരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങളുടെ വിരിയിലേക്ക് അന്ന് വിശ്രമിക്കും. അടുത്ത ദിവസമാണ് ചരിത്രപ്രസിദ്ധമായ എരുമേലിപ്പേട്ട 11-ാം തീയതി, ജനുവരി 11-ാം തീയതി, ധനുമാസം 27. അന്ന് ഉച്ചയ്ക്ക് രാവിലെ വിരിയിൽ വേട്ടപ്പണം സ്വീകരിക്കും. അതിനുശേഷം 12 മണിയോടുകൂടി വിഷ്ണു സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കോട്ടപ്പടി അമ്പലത്തിന് മുകളിൽ ഗരുഡവാഹനം പ്രത്യക്ഷമാകുന്നതോടുകൂടി ചരിത്രപ്രസിദ്ധമായ അമ്പലപ്പുഴക്കാരുടെ പേട്ടതോളന് സമാരംഭമാകും. അവിടെ നിന്ന് കോട്ടപ്പടി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി വാവരുപള്ളിയിലെത്തുകയും വാവരുടെ പ്രതിനിധിയുമായിട്ട് എരുമേലി ടൗണിൽ കൂടെ നമ്മൾ വലിയ അമ്പലത്തിലേക്ക് പ്രയാണം ആരംഭിക്കും. ഈ വഴിയിലുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ പ്രത്യേക സ്ഥാപനങ്ങൾ, KSRTC, ഇലക്ട്രിസിറ്റി ബോർഡ്, കോപ്പറേറ്റീവ് ബാങ്ക്, അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും ഈ ഘോഷയാത്രയ്ക്ക് ഈ പേട്ടതോളിന് ഭക്തിനിർഭരമായ സ്വീകരണങ്ങളാണ് നൽകി വരുന്നത്. അതിവർഷവും അതുപോലെ തന്നെ തുടരും. ഇവിടുത്തെ പൗരാവലി മുഴുവൻ ഒരു ജനലക്ഷങ്ങളോടുകൂടിയ ഒരു പൗരാവലിയാണ് ഇതിനെ സ്വീകരിക്കാനായിട്ട് എരുമേലിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ ആ പേട്ടതോൾ ചടങ്ങ് വലിയമ്പലത്തിൽ എത്തിച്ചേരുമ്പോൾ വലിയമ്പലത്തിൽ കൊടിയേറത്തിന് മുമ്പിൽ അവിടെ ക്ഷേത്രം മേൽശാന്തി ഞങ്ങളെ പ്രസാദം നൽകി, തീർത്ഥവും പ്രസാദവും നൽകി സ്വീകരിക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന വാവരുടെ പ്രതിനിധിക്കും ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് ക്ഷേത്രത്തിലെ തന്ത്രി ഈ പ്രസാദമെല്ലാം നൽകി സ്വീകരിക്കുകയും ദേവസ്വം ബോർഡിൻ്റെ അധികൃതർ ഈ സംഘത്തെ അങ്ങേയറ്റം ആദരവോടുകൂടി സ്വീകരിച്ച് മാലയണിയിച്ച് സ്വീകരിക്കും. ഇവിടുത്തെ അമ്പലപ്പുഴയിൽ നിന്നുള്ള ഇന്നത്തെ ചടങ്ങുകൾ പൂർത്തിയായി രഥഘോഷയാത്ര ആരംഭിക്കുകയാണ്. ഇനി ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ നാടകശാലയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇരുമുടി കെട്ടെടുത്ത് യാത്ര ആരംഭിക്കും. എല്ലാവരും കൂടെ അങ്ങോട്ട് പോയിട്ട് ഒരു സമയയുടെ നേതൃത്വത്തിൽ അത് രഥത്തോട്ട് ഇരുമുടിക്കെട്ട് കയറ്റി ബാക്കിയുള്ള ഇരുമുടിക്കെട്ടുകൾ കൂടെയുള്ള അകമ്പടി വാഹനങ്ങളിലും ആയിട്ട് ഞങ്ങൾ പ്രയാണം ആരംഭിക്കും. ഇങ്ങനെയാണ് ഇന്നത്തെ യാത്ര തുടരുന്നത്. കൃഷ്ണരാജ്, സമൂഹപെരിയൻ പറഞ്ഞതുപോലെ ഇനി ഇരുമുടിക്കെട്ട് ഏന്തി ഇന്നലെ തന്നെ ഇവിടെ അമ്പലപ്പുഴയിലെത്തിയ സ്വാമിമാർ ഇന്നലെ രാത്രി ഇവിടെയായിരുന്നു വിരിവെച്ചത്. ഇനി എല്ലാ, അതായത് രഥം പുറപ്പെടുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇവിടുത്തെ പൂജകളെല്ലാം കഴിഞ്ഞു. ഇനി ഇരുമുടിക്കെട്ട് ഏന്തിയ സ്വാമിമാർ അതുമായി ഈ രഥഘോഷയാത്രയെ അനുഗമിക്കും. അതോടുകൂടിയായിരിക്കും ഇത്തവണത്തെ പേട്ടതുള്ളലിനായി, എരുമേലി പേട്ടതുള്ളലിനായി അമ്പലപ്പുഴ സംഘം ഇവിടെ നിന്ന് പുറപ്പെടുക. അമ്പലപ്പുഴ സംഘം പുറപ്പെടാൻ ഒരുങ്ങുന്നു. ഇരുമുടിക്കെട്ടേന്തിയ അയ്യപ്പന്മാർ അതിനെ അനുഗമിക്കും. നമ്മൾ ഒരുപാട് കഥകൾ പേട്ടതുള്ളലിന് പിന്നിൽ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ ഒരു ഐതിഹ്യം ഇതിന് പിന്നിലുണ്ട്. മാത്രവുമല്ല ഒരു ചരിത്രവും കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ അമ്പലപ്പുഴ സംഘത്തെ കൂടി കൂടുതലായി പ്രേക്ഷകർക്ക് അറിയാനൊരു താല്പര്യവും കൂടി ഉണ്ടാവും. നിഷ, ദേവിക, അമ്പലപ്പുഴ സംഘം അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രസിദ്ധമാണ് ഇവിടെ നിന്നുള്ള സംഘം എരുമേലിയിലേക്ക് യാത്ര തിരിക്കുന്നത്. പന്തളം രാജാവിന്റെ മാതൃസ്ഥാനീയരായി കണക്കാക്കുന്നവരാണ് അമ്പലപ്പുഴ സംഘം. ദേവിക ചോദിച്ചതുപോലെ തന്നെ അമ്പലപ്പുഴ സംഘം എരുമേലിയിൽ പേട്ടതുള്ളലിനായി പോകുന്നതിന് ഐതിഹ്യമുണ്ട്. എന്താണ് ഈ ഒരു അമ്പലപ്പുഴ സംഘവും പന്തളവുമായുള്ള ബന്ധം എങ്ങനെയാണ്? അമ്പലപ്പുഴ സംഘവും പന്തളവുമായുള്ള ബന്ധം പഴയ ചെമ്പകശ്ശേരി രാജ്യം പന്തളം രാജാവുമായിട്ടും വളരെ മൈത്രി ബന്ധത്തിലായിരുന്നു. ശബരിമല ക്ഷേത്ര നിർമ്മാണ സമയത്ത് തന്നെ അമ്പലപ്പുഴക്കാരാണ് പന്തളത്തിൽ നിന്ന് അയച്ച അയ്യപ്പൻ, പന്തളത്തിൽ നിന്ന് അയച്ച ശരം കണ്ടെത്തിയതും ക്ഷേത്ര നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചതും അമ്പലപ്പുഴ ദേശക്കാരാണ്. അന്നു മുതൽ തന്നെ അമ്പലപ്പുഴ ദേശക്കാരുടെ ശബരിമല തീർത്ഥാടനത്തിന് പ്രത്യേകതകൾ പന്തളം രാജാവ് കൽപ്പിച്ചു നൽകുകയും അണുവിട തെറ്റാതെ ആചാരപരമായി ഇന്നും ആ ആചാരങ്ങൾ തുടർന്നു വരികയും ചെയ്യുന്നു. അമ്പലപ്പുഴ രാജാവ് എന്ന് പറയുന്നത് പന്തളം കൊട്ടാരത്തിന്റെ മാതൃസ്ഥാനീയരായാണല്ലോ അമ്പലപ്പുഴ സംഘം അറിയപ്പെടുന്നത്.
പന്തളം അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായിട്ടാണ് അമ്പലപ്പുഴ ദേശം അറിയപ്പെടുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് മോഹിനി വേഷം പൂണ്ട വിഷ്ണു ചൈതന്യം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായിട്ട് അമ്പലപ്പുഴ ദേശം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ്, അതായത് ചരിത്ര പ്രസിദ്ധമായി പേട്ടതുള്ളലിനായി വർഷങ്ങളായിട്ട് തന്നെ അമ്പലപ്പുഴയിൽ നിന്ന് പോകാറുള്ളതാണ്. ഇതിനായി വ്രതങ്ങളൊക്കെ, അതായത് മണ്ഡലകാലം മുഴുവൻ വ്രതം അനുഷ്ഠിച്ച് ഏതാണ്ട് 250ഓളം സ്വാമിമാരാണ് ഇപ്പോൾ ഈ രഥഘോഷയാത്രയെ അനുഗമിക്കുന്നത്, അല്ലേ? അതെ, സാധാരണഗതിയിൽ 41 ദിവസത്തെ വ്രതമാണെങ്കിലും അമ്പലപ്പുഴ ദേശക്കാര് 50 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് യാത്ര തുടങ്ങുന്നത്. 10 ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ചത്. അങ്ങനെ മൊത്തം 61 ദിവസമാണ് അമ്പലപ്പുഴയുടെ വ്രതാനുഷ്ഠാനം. അതിന് ആ സമയത്ത് തന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 50 ദിവസത്തെ അന്നദാനം 3 നേരവും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അന്നദാനവും അതോടൊപ്പം തന്നെ അമ്പലപ്പുഴയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ആയിട്ട് ഏകദേശം ഈ വർഷം 19 ആഴിപൂജകളും നടത്തിയതിനു ശേഷമാണ് ഈ വർഷത്തെ യാത്രയ്ക്ക് ആരംഭം കുറിക്കുന്നത്. മാത്രമല്ല, ഈ പുറക്കാട് ഭാഗവുമായും അയ്യപ്പന് ബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പുറക്കാട് ഭാഗത്ത് വെച്ചാണ് വാവരെ അയ്യപ്പൻ പരാജയപ്പെടുത്തിയതെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. അമ്പ്, അതായത് അമ്പ് കണ്ടുപിടിക്കാനായി വാവരടക്കം ഇവിടെ വരികയും അന്നാണ് വാവരുമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. വാവരുമായിട്ട് വാവർ വരികയും അയ്യപ്പൻ അന്ന് നിർദ്ദേശപ്രകാരം വാവര് നേരത്തെ എരുമേലിക്ക് പോവുകയും അന്ന് അവിടെ എരുമേലിയിൽ 2 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ അന്ന് താഴത്തു വീടെന്ന് പറയുന്ന കുടുംബത്തിൽ വാവര് അവിടെ ചെല്ലാൻ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് പോയി എന്നുമാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, അയ്യപ്പൻ അഭ്യസിച്ച കളരി പോലും ഇവിടെ ആലപ്പുഴയിലുള്ളതാണ്. എങ്ങനെ? അയ്യപ്പൻ അഭ്യസിച്ച കളരി, അയ്യപ്പൻ അഭ്യസിച്ച കളരി മുഹമ്മ ചീരപ്പഞ്ചല കളരിയിൽ അയ്യപ്പൻ അഭ്യസിച്ച പൂഴിക്കടകൻ അവിടെയാണ് അഭ്യസിച്ചതെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ എത്ര ക്ഷേത്രങ്ങൾ, ഏകദേശം എത്ര ക്ഷേത്രങ്ങൾ ചുറ്റി സഞ്ചരിച്ചായിരിക്കും ഈ രഥഘോഷയാത്ര എരുമേലിയിൽ എത്തുന്നത്? 100 ക്ഷേത്രങ്ങളിൽ സന്ദർശനത്തിന് ക്ഷേത്രമാണ് രഥയാത്ര എരുമേലിയിൽ എത്തിച്ചേരുന്നത്. പ്രത്യേക മുഹൂർത്തം ഉണ്ടല്ലോ, അല്ലേ? എന്തോ പ്രത്യേക മുഹൂർത്തമുണ്ടല്ലോ ഇവിടെ നിന്ന് രഥം പുറപ്പെടും. യാത്ര പോകുന്നതനുസരിച്ച് ഓരോ ഇപ്പം ആദ്യത്തെ ദിവസം തകഴി ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ വിശ്രമിക്കും. 2ാമത്തെ ദിവസം കവിയൂർ ക്ഷേത്രത്തിൽ വിശ്രമിക്കും. 3ാമത്തെ ദിവസം മണിമല ക്ഷേത്രം, അവിടെ ആഴിപൂജയുണ്ട്. അതിനുശേഷമാണ് എരുമേലിയിലേക്ക് യാത്ര നീങ്ങുന്നത്. കൃഷ്ണരാജ്, അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായി കണക്കാക്കുന്നതാണ് അമ്പലപ്പുഴ സംഘം. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലകാലത്തിന് മുന്നോടിയായി തന്നെ ഇവിടെ വ്രതം ഒക്കെ ആരംഭിക്കും. ഞാൻ പറഞ്ഞതുപോലെ മാളികപ്പുറങ്ങളടക്കം 250ഓളം സ്വാമിമാരായിരിക്കും ഈ രഥഘോഷയാത്രയെ അനുഗമിക്കുക. അമ്പലപ്പുഴ ക്ഷേത്രത്തിന് ചുറ്റുപാടുമുള്ള അമ്പലങ്ങളിലൊക്കെ ഇന്ന് ദർശനം നടത്തും. അതിനുശേഷം 100ഓളം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയായിരിക്കും അമ്പലപ്പുഴ സംഘം എരുമേലിയിലെത്തുക. എരുമേലിയിൽ പേട്ടതുള്ളലൊക്കെ കഴിഞ്ഞ് പിന്നീട് ശബരിമല ദർശനവും നടത്തിയായിരിക്കും അമ്പലപ്പുഴ സംഘം മടങ്ങുന്നത്. എന്തായാലും അമ്പലപ്പുഴ സംഘം ഇവിടെ നിന്നും യാത്ര തിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഭഗവാന്റെ തിടമ്പേറ്റിയ പ്രത്യേകം അലങ്കരിച്ച രഥത്തിൽ സമൂഹ പെരിയോന്റെ നേതൃത്വത്തിൽ സ്വാമിമാർ ഈ രഥത്തെ അനുഗമിച്ച് എരുമേലിയിലേക്ക് യാത്ര തിരിക്കും. കൃഷ്ണരാജ്.